അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് നമ്മുടെ MGM മർക്കസ് ദഅവ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ ഒരു റൈറ്റ്സ് ഓഫ് വുമൻ ഇൻ ഇസ്ലാം ഇതിൻ്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച വിദ്യാവാചസ്പതി KP സുധീര അവർകൾ, അധ്യക്ഷ സെനിയ ടീച്ചർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ എല്ലാവർക്കും ഇൻ്റർനാഷണൽ വുമൻസ് ഡേ വിഷസ് അറിയിക്കുകയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനും അവൾക്ക് രാജ്യത്ത് ഭയമില്ലാതെ ജീവിക്കാനും വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ വനിതാ ദിനവും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. ഒരുപാട് ചർച്ചകളും വിഷയാവതരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ വിഷയം കാലങ്ങളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതും സംശയ നിവാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതുമായ ഒരു വിഷയം. അതെ, അതാണ് വിശ്വാസ ചൂഷണം. 10 മിനിറ്റ് സംസാരിക്കാനേ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ പെരിഫറലായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസ ചൂഷണത്തെക്കുറിച്ച് കാലിക പ്രസക്തമായി സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പ്രവർത്തനങ്ങളും ധർണകളും റാലികളും ഒക്കെ നടത്തിക്കഴിഞ്ഞു. കരുളായിലെ സംഭവം നമ്മളെ വീണ്ടും ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ 2 കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഒന്ന് വിശ്വാസം എന്താണെന്നും ഒന്ന് ഏത് തരത്തിലാണ് അത് ചൂഷണത്തിന് വിധേയമാവുന്നു എന്നുള്ളതും ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ, വിശ്വാസ ചൂഷണം എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വാസം എന്നുള്ളത് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം? ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഈമാൻ, അതാണ് നമ്മളുടെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈമാൻ്റെ അടിസ്ഥാന ശിലകളിൽ പ്രധാനവും പ്രഥമവുമായ ഒരു ഘടകം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ്. ഈ ഈമാൻ എന്ന് പറഞ്ഞത് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ പൊരുളിലുള്ള വിശ്വാസമാണ്. എന്താണ് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ പരമാണു മുതൽ പരകോടി നക്ഷത്രങ്ങൾ വരെയുള്ളൊരു സംവിധാനം ഈ പ്രപഞ്ചത്തിനുണ്ട്. ഈ സംവിധാനത്തെയും ക്രമത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഈ ലോകത്തുണ്ട്. ആ ശക്തിയിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം നമ്മളിൽ നിന്ന് പല സമയത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് അത് ചൂഷണമായി മാറുന്നത്. ആ വിശ്വാസം, ഈ ഒരു സംവിധാനത്തിനും ക്രമത്തിനും പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ള യഥാർത്ഥ വിശ്വാസം ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായും പ്രപഞ്ച സത്യങ്ങളുടെ പിന്നിലുള്ള മഹാശക്തിയെ നാം അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ പടച്ചവൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ വെറുതെ വിശ്വസിക്കേണ്ട, മനസ്സിലാക്കി മാത്രം വിശ്വസിച്ചാൽ മതി. അതിനൊരുപാട് തെളിവുകളും നമുക്ക് മുന്നിൽ നിരത്തി തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത്, അതോ നാം ആണോ? അതുപോലെ തന്നെ മഴ പെയ്യുന്നതിനെക്കുറിച്ച്, വെള്ളത്തിനെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതാരാണ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്? നിങ്ങളാണോ അതോ നാം ആണോ? ഈ വസ്തുക്കളുടെയൊക്കെ പിന്നിൽ, ഇതിൻ്റെയൊക്കെ പരിപാലനത്തിൻ്റെ പിന്നിൽ നാം എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അതിലൂടെ, തെളിവുകളിലൂടെ മാത്രം നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. നമ്മുടെ മുന്നിൽ യഥാർത്ഥ തെളിവുകൾ നിരത്തി തന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചമാകുന്ന ഇതിലെ അനവധി നിരവധി ഒട്ടേറെ പ്രതിഭാസങ്ങളാകുന്ന തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ അവനിലുള്ള വിശ്വാസം നമ്മളിൽ ഊട്ടിയുറപ്പിക്കുന്നത്. പക്ഷേ ഇത്തരം വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും
ഈ ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഒരു ക്രമവും രീതിയൊക്കെ ഉണ്ടാവും. ആ ക്രമത്തിൻ്റെയും രീതിയുടെയും അപ്പുറത്തേക്കുള്ള ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ മനുഷ്യൻ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അവിടെ ചൂഷണം വന്നു പോകുന്നത്. ഈ ഭൂമിയിലുള്ള ഓരോ പ്രതിഭാസങ്ങൾക്കും കാരണങ്ങളുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് തക്കതായ കാരണമുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് തക്കതായ കാരണങ്ങളുണ്ട്, മഴ പെയ്യുന്നതിന്, രോഗമുണ്ടാകുന്നതിന്, രോഗം ശമിപ്പിക്കുന്നത്, ഇതിനൊക്കെ തക്കതായ കാരണങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അണു നിലനിൽക്കുന്നതിന്, അണുക്കൾ നശിക്കുന്നതിന്, എല്ലാത്തിനും പ്രപഞ്ച സംവിധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണങ്ങളുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഉടമസ്ഥനിൽ, ഈ സംവിധാനത്തിൻ്റെ ശക്തിയിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള വിശ്വാസമാണ് ദുർബലമായ വിശ്വാസം. ആ ദുർബലമായ വിശ്വാസത്തെ വെച്ചിട്ടേ ചൂഷണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ വിശ്വാസം, അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് അതിനെ വച്ചിട്ട് ഒരിക്കലും ഒരാൾക്കും ചൂഷണം ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ വിശ്വാസ ചൂഷണം എന്ന ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, വിശ്വാസമാണോ ചൂഷണം ചെയ്യുന്നത്, അതോ വിശ്വസിക്കുന്നതിൻ്റെ വിധികളാണോ, തരങ്ങളാണോ എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ചൂഷണത്തിന് വിധേയമാവുകയില്ല. അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ഒരു ചൂഷകനാവുകയുമില്ല. ഈ ഒരു വനിതാ ദിനത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, നമ്മുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടേത് പണ്ടേ ദുർബലപ്പെട്ട ഒരു മനസ്സ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഏത് സമയവും പലതരത്തിലും ചഞ്ചലപ്പെടാനുള്ള സാധ്യതയുണ്ട്, കളങ്കിതമാവാനുള്ള സാധ്യതകളുണ്ട്. ആ കളങ്കിതമാകുന്ന സാധ്യതകളെ മറികടന്നുകൊണ്ട് അടിയുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ, കരുത്തരായാൽ മാത്രമേ ഈ ഒരു യഥാർത്ഥ വിശ്വാസം ആർജിച്ചെടുക്കാനും വിശ്വാസ ചൂഷണങ്ങളിലേക്ക് നാം പോവാതിരിക്കാനും സാധ്യതകളുള്ളൂ. കാരണം നമ്മുടെയൊക്കെ വീടുകളിലുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിവില്ലായ്മ മൂലമോ ഒരുപാട് പഠിക്കാത്തതിൻ്റെ പ്രശ്നമോ എന്തുകൊണ്ടാണെന്നറിയില്ല, നേരിയൊരു വിശ്വാസമെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട്. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു പിഴവ് വന്നു പോയതാണ്. നാം ദൈവത്തെപ്പറ്റി അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ദൈവത്തെപ്പറ്റി ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തരുന്ന ആൾക്കാർ ഒരു പക്ഷേ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നവരായിരിക്കാം, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നവരായിരിക്കാം. പക്ഷേ നാം ആ പരിചയപ്പെടുത്തി തരുന്നവരെ, നമുക്ക് പ്രാപ്യമായ ഒരു ദൈവത്തെ അറിയിച്ചു തരുന്നവരെ നാം പലപ്പോഴും ദൈവികമായി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നാം ചിന്തിക്കേണ്ടിയിരുന്നത്, നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്ന ഏതൊരാളെയും നമ്മളെയും സൃഷ്ടിച്ചത് ഒരേ ഒരു ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളും ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്ന ആൾക്കാരും തുല്യരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഒട്ടേറെ അധികമായിട്ടുള്ള സിദ്ധികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവികത ആരോപിക്കുന്ന ഒരുപാട് സിദ്ധന്മാരെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ഒരിക്കലും അത്തരത്തിലുള്ള കഴിവുകൾ അവർക്കുണ്ടാവില്ല. കാരണം അവരെയും നമ്മളെയും സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ച തമ്പുരാനാണ്. അവർക്കുള്ള സമാനമായ കഴിവുകൾ മാത്രമേ അവർക്കുള്ള അതേ കഴിവുകൾ നമുക്കും ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഏതൊരു വ്യക്തിയെയും സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ അപകടപ്പെടുത്തുവാനും രക്ഷപ്പെടുത്തുവാനും എല്ലാത്തിനും പടച്ചവന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റാർക്കും അതിന് കഴിയുകയുമില്ല, അതിനുള്ള അവസരവുമില്ല. അവർക്കൊക്കെ അതിനുള്ള അവസരമുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവിടെ അന്ധവിശ്വാസം ഉടലെടുക്കുന്നത്. അങ്ങനെ ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് ചൂഷണങ്ങൾ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിലല്ല ചൂഷണങ്ങൾ നടക്കുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ്, അന്ധവിശ്വാസത്തിൻ്റെ മറവിലാണ്, ദുർബലമായ വിശ്വാസത്തിൻ്റെ രീതിയിലാണ് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ച തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നീ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഈ കുടിക്കുന്ന വെള്ളം എന്നുള്ള ആ ഒരു വസ്തുവിനെ പരിശുദ്ധ ഖുർആൻ പടച്ചവൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തന്നെ കുടിക്കാനും കുളിക്കാനും കൃഷി നനക്കാനും പോലെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ഉപയോഗങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് ഉപയോഗങ്ങൾക്ക് ആ വസ്തുവിനെ ഉപയോഗിക്കുമ്പോഴാണ് അത് ചൂഷണമായി മാറുന്നത്. എങ്ങനെ ഒരു കുടിക്കുന്ന വെള്ളത്തിന് രോഗം മാറ്റാൻ സാധിക്കും? അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരവയവത്തിനും, ചെറിയൊരു മുടി മുതൽ ഏതൊരു വലിയ അവയവമാകട്ടെ, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് അന്ധമായി ഇടപെടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ മുടി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഹ്യൂമൻ വേസ്റ്റ്.
പിന്നെ എങ്ങനെ, ഹൗ ഇറ്റ് ക്യാൻ ക്യൂർ എ ഡിസീസ്, ഒരു മുടിക്കെങ്ങനെ രോഗം മാറ്റാൻ സാധിക്കും, ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത്? ആണും പെണ്ണും തമ്മിൽ ഇണചേരുന്നു, അതിലൂടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ സൃഷ്ടിപ്പ് നടത്തുന്നത് പടച്ച തമ്പുരാനാണ്, ഞാനാണ്, നാമാണ്. എന്നിട്ട് പിന്നെ ഗർഭം ധരിക്കുന്നത് വേറെ ആരുടെയോ കഴിവുകൊണ്ട്, ഗർഭം അലസിപ്പോകുന്നത് മറ്റാരുടെയോ കഴിവുകൊണ്ട്, കുട്ടി രക്ഷപ്പെട്ടത് മറ്റേതോ സിദ്ധൻ്റെ കഴിവുകൊണ്ട്. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിയാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശാസ്ത്രത്തിൻ്റെ വികാസം മൂലമാണ് ഒരുപാട് മെഡിസിനുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മെഡിസിനുകളും ഒരു തരത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഔഷധം ഉപയോഗിച്ചുകൊള്ളൂ. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ഔഷധം നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ, രോഗം മാറ്റുന്നവൻ ഞാനാണ്. മരുന്ന് ഉപയോഗിക്കാതെ ആത്മീയമായിട്ടുള്ള ചികിത്സകളെ തേടിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും 100% നാം വഞ്ചിതരാവുകയാണെന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. പ്രശസ്ത അറബി സാഹിത്യകാരൻ മൻഫലൂത്തിയുടെ വാക്കുകൾ ഞാനിവിടെ ഓർത്തു പോവുകയാണ്. വിവരക്കേടിൻ്റെ ഈ ആത്മീയ ചൂഷണത്തെക്കുറിച്ച്, വിശ്വാസ ചൂഷണത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: വിവരക്കേടിൻ്റെ ചന്തയിൽ വിവരമില്ലാത്തവരുടെ ബുദ്ധി വിവരമുള്ളവർ വിറ്റ് കാശ് വാങ്ങുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, വിവരക്കേടിൻ്റെ ചന്തയിൽ വിവരമില്ലാത്തവരുടെ ബുദ്ധി വിവരമുള്ളവർ വിറ്റ് കാശ് വാങ്ങുന്നു, പണമുണ്ടാക്കുന്നു, മറ്റു ഭൗതിക സുഖങ്ങൾ അവർ ആസ്വദിക്കുന്നു. എന്നും സ്ത്രീ തന്നെ ഇരകളും ലഹരികളും. ചിന്തിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം, കണ്ണു തുറക്കണം. 2 പരിഹാരങ്ങളാണ് ഈ ഒരു വേളയിൽ, 2 നിർദ്ദേശങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശ്വാസ ചൂഷണം ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായിട്ട് അടിസ്ഥാനപരമായി പടച്ചവനെ പരിചയപ്പെടുത്തുക. ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ച സംവിധാനത്തെയും നിയന്ത്രിച്ച ഈ പടച്ചവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നാം അറിയുക, അടുത്തറിയുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ നിർദ്ദേശം, വിശ്വാസത്തെ ശുദ്ധീകരിക്കുക. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ആ ശുദ്ധീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും കളങ്കിതമായി പോകാവുന്ന, മലീമസമായി പോകാവുന്ന മനസ്സിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉടമകളാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്: വിശ്വാസ ശുദ്ധീകരണം നടത്തുക, പടച്ചവനെ അടുത്തറിയുക, വിശ്വാസ ശുദ്ധീകരണം നടത്തുക. ഇത് നിലനിർത്താനും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനും പടച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.